റിപ്പോർട്ട് ബ്രേക്കിംഗ്. DCC ജനറൽ സെക്രട്ടറിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി മറ്റത്തൂരിൽ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് കൂറുമാറിയ KR ഔസേപ്പ്. BJP പിന്തുണ കോൺഗ്രസ് നേരത്തെ ഉറപ്പിച്ചിരുന്നതായും തെരഞ്ഞെടുപ്പിന് തലേദിവസം വീട്ടിലെത്തി നേതാക്കൾ വിവരം ധരിപ്പിച്ചെന്നും ഔസേപ്പ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ധാരണയ്ക്ക് സമീപിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. മറ്റത്തൂരിൽ കോൺഗ്രസിന് വേണ്ടി വ്യാപകമായി പ്രവർത്തിക്കേണ്ടെന്നും നിർദ്ദേശം നൽകി. DCC ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു മുതിർന്ന പോസ്റ്റ് കൂടിയാണല്ലോ ജില്ലയെ സംബന്ധിച്ച്. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നിട്ടുള്ള ആ സമയത്ത് ഉൾപ്പെടെ ഇത്തരം നീക്കം നടന്നതായിട്ട് സംശയിക്കുന്നുണ്ടോ? BJPക്ക് വേണ്ടിയുള്ള നീക്കം. അന്ന് TM പ്രതാപനെ പരാജയപ്പെടുത്താൻ എന്നോട്, ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സമയമായതുകൊണ്ടാണ് എന്നോട് പറഞ്ഞു, അങ്ങനെ വലിയ വ്യാപകമായ പ്രവർത്തനങ്ങളൊന്നും നടത്തണ്ട, നീ ഒന്ന് ഒതുങ്ങിയൊക്കെ കൂടിയുള്ള പ്രവർത്തനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഈ TM ചന്ദ്രൻ എന്നോട് പറഞ്ഞാൽ പ്രവർത്തനം അത്ര ഊർജിതമാക്കണ്ട, ഒരു മീഡിയം ലെവലിലൊക്കെ പോയാൽ മതി എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. അത് ഞാൻ ഈ മൂലം അവിടെ ഒരു വിജയം ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ഇല്ലാതാക്കാനാണോ പ്രതാപനെ പരാജയപ്പെടുത്താനാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്? അതാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ 9,000 വോട്ടിന്റെ പുറകിൽ നിന്നിരുന്ന മറ്റത്തൊരു പഞ്ചായത്ത് അത് 900-ലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റി. 10 ദിവസത്തിനകമാണ് ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ സമീപിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അതിന് വേണ്ട നിയമ നടപടികൾ, അതിന് നമ്മളുടെ DCCയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ബന്ധപ്പെട്ട ഭാരവാഹികളെ അതിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. KPCC തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുള്ള സർക്കുലറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അറിയാതെ വർഗീയ പാർട്ടികളുടെ വോട്ട് നേടി പ്രസിഡന്റോ വൈസ് പ്രസിഡന്റ് ആയാൽ തൽസ്ഥാനം അറിഞ്ഞ ഉടൻ രാജിവെക്കണം എന്നാണ്. അത് നമ്മൾ അറിഞ്ഞു വശം അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് ചെയ്താൽ കുഴപ്പമില്ല. ഇതിനിടെ മറ്റത്തൂരിൽ കൂറുമാറിയ അംഗങ്ങൾക്കെതിരെ കടുത്ത നടപടിക്ക് കോൺഗ്രസ്. 10 ദിവസത്തിനകം അയോഗ്യതാ നടപടികൾ തുടങ്ങുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. മുബഷീർ P. അക്ബർ ചേരുന്നു. മുബഷീർ, മറ്റത്തൂരിലെ പെട്ടെന്നുണ്ടായ മാറ്റം, കൂറുമാറ്റം, അതിനെ തുടർന്നുള്ള ചർച്ചകൾ, അതൊരു പഞ്ചായത്ത് തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചർച്ചകളല്ല, കേരള രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യുന്നു. അതിലിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും അതിലെ ചർച്ചകളിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ് മറ്റത്തൂരിൽ സംഭവിക്കുന്നത്? കടുത്ത നടപടിക്ക് കോൺഗ്രസ് ഒരുങ്ങുന്നത് എങ്ങനെയാണ്? റോഷ്നി, തീർച്ചയായും മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒന്നാകെയുള്ള കൂറുമാറ്റത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലയിൽ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് ഗുരുതര വെളിപ്പെടുത്തലുമായിട്ട് മറ്റത്തൂരിലെ പ്രധാനപ്പെട്ട മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന KR ഔസേപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷവുമായിട്ടാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊട്ടു മുൻപായിരുന്നു അദ്ദേഹം LDF-ൽ ചേർന്നിരുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള TM ചന്ദ്രനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ മറ്റത്തൂരിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഔസേപ്പ് വിജയിച്ചിരുന്നത്. അങ്ങനെ LDF-നും UDF-നും ഒരുപോലെ സീറ്റ് ലഭിച്ച പഞ്ചായത്തിൽ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി BJPയുടെ സഹായം UDF തേടി എന്നുള്ളതാണ് അദ്ദേഹം ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ആ സഹായത്തിനായി അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ, TM ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ തന്റെ വീട്ടിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തൊട്ട് തലേ ദിവസം എത്തുന്നു. തുടർന്ന് ഭരണസമിതി ഉണ്ടാക്കാൻ ഔസേപ്പ് സഹായിക്കണമെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നമുക്ക് ഭരണസമിതി ഉണ്ടാക്കുവാൻ സാധിക്കുക എന്നൊരു ചോദ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ BJPയുമായിട്ടൊരു ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. BJP നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു മറുപടിയായിരുന്നു ഔസേപ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകിയിരുന്നത്. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ BJPയുമായിട്ടുള്ള ഒരു ഡീല് ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഔസേപ്പിന്റെ പ്രധാനപ്പെട്ട ഒരാരോപണം. മറ്റൊരു ആരോപണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മുൻപ് TN പ്രതാപൻ ഇവിടെ MP ആയി വരുന്നതിന് മുൻപ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ഘട്ടത്തിൽ TN പ്രതാപനെ പരാജയപ്പെടുത്താൻ ഇടപെടൽ നടത്തണമെന്നൊരാവശ്യവും ചന്ദ്രൻ നടത്തി എന്നുള്ളതാണ് ഔസേപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. TN പ്രതാപന് വേണ്ടി ഊർജിതമായിട്ടുള്ള പ്രവർത്തനമൊന്നും തന്നെ മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മറ്റത്തൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഇടങ്ങളിലോ നടത്തേണ്ടതില്ല. അന്ന് മറ്റത്തൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഇടങ്ങളിലെ കോൺഗ്രസ് മണ്ഡലത്തിന്റെ പ്രസിഡന്റായിരുന്നു ഈ ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കോൺഗ്രസിന്റെ അവിടെയുള്ള ഒരു മുതിർന്ന നേതാവ് കൂടിയായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ TM ചന്ദ്രനെതിരായിട്ടുള്ള ഔസേപ്പിന്റെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാകുന്നത് ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPക്ക് വിജയിക്കാൻ പാകത്തിലുള്ള അടിത്തറയൊരുക്കിയത് കോൺഗ്രസിന്റെ നേതാക്കളാണെന്ന് തന്നെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ BJPയെ വിജയിപ്പിക്കാൻ പാകത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ നടത്തുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് TM ചന്ദ്രൻ. അദ്ദേഹം വൈകാതെ തന്നെ BJPയിലേക്ക് ചേരും. അതോടൊപ്പം തന്നെ അവിടെ രാജിവെച്ച 8ഓളം കോൺഗ്രസിന്റെ വാർഡ് അംഗങ്ങളും BJPയിൽ ചേരുമെന്നുള്ളതാണ് ഔസേപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. BJPയോടൊപ്പം ചേർന്നുകൊണ്ടൊരു ഭരണസമിതി
അഴിമതി ഉണ്ടാക്കാനുള്ള നീക്കം ആയതുകൊണ്ടാണ് താൻ അവരോടൊപ്പം UDF-നെ പിന്തുണക്കാതിരുന്നത്. ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ഔസേപ്പ് ഉൾപ്പെടുന്ന ആളുകളോട് കൃത്യമായിട്ട് നിർദ്ദേശം KPCC നൽകിയതായിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് മറികടന്നുകൊണ്ടുള്ള നീക്കം നടത്താൻ കാരണം അതിന് നേതൃത്വം കൊടുത്തത് പ്രധാനി ഈ ചന്ദ്രനാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമോ മറ്റു നേതാക്കളൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിശേഷം ദേശീയ തലത്തിൽ തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവ് മറ്റു കോൺഗ്രസ് നേതാക്കൾ അവിടെ BJPക്ക് ജയസാധ്യതയുണ്ടാക്കി കൊടുക്കാൻ പാകത്തിൽ ഇടപെട്ടു എന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ചന്ദ്രൻ കുറേ കാലമായി BJPക്ക് വേണ്ടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പേരിന് മാത്രമാണ് അദ്ദേഹം കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറി എന്ന പദവി വഹിച്ചിരുന്നത്. BJPയെ വളർത്തുവാൻ വേണ്ടി BJPയെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയാണ് 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ചന്ദ്രൻ പ്രവർത്തിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് പ്രതിഫലിച്ചത് എന്നുള്ളത് വേണം യൗസേപ്പിന്റെ വെളിപ്പെടുത്തലിലൂടെ വായിച്ചെടുക്കാൻ. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധമാണ് പുതിയ വെളിപ്പെടുത്തലുണ്ടാക്കിയെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ മറ്റത്തൂരിൽ തുടർച്ചയായി പാർട്ടി നടപടിയെടുത്തു വരികയാണ്. ഇപ്പോൾ ഈ കോൺഗ്രസ് അംഗങ്ങളോട് പാർട്ടിയിൽ നിന്നും രാജിവെച്ച അംഗങ്ങളോട് വാർഡംഗത്വവും രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ അവർ രാജിവെച്ചിട്ടില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് DCC പ്രസിഡന്റും വ്യക്തമാക്കുന്നത്. റോഷ്നി, പഞ്ചായത്ത് തലത്തിൽ ഒതുങ്ങി നിൽക്കാത്ത ഒരു ഗുരുതര വെളിപ്പെടുത്തലാണ് എന്തായാലും ഔസേപ്പ് നടത്തിയിട്ടുള്ളത്. അത് പുതിയ ചർച്ചകൾക്ക് കൂടി വഴിവെക്കുമെന്നുള്ളത് ഉറപ്പാണ്.